ഈ പ്രതിഷേധം കൊണ്ട് SIO അതുപോലെയുള്ള മറ്റ് സംഘടനകൾ ഫ്രണ്ട്സ് ഓഫ് ഫലസ്തീൻ എന്ന പേരിൽ SIO ഉൾപ്പെടെയുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളും മറ്റ് സിവിൽ സൊസൈറ്റിയിലെ മൂവ്മെൻറ്റുകളും ഇവിടെ കൂടിയിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളോട് ഇത് പറയുവാനാണ്. അതായത് ഫലസ്തീനിൽ നടക്കുന്ന ഇസ്രായേൽ നരഹത്യ, ജനോസൈഡ്, വംശഹത്യ ചെറുക്കുക, ആ വംശഹത്യയിൽ മൗനം പാലിക്കുന്ന എല്ലാ ആളുകളോടും തെരുവിലിറങ്ങി ആ വംശഹത്യക്കെതിരെ പ്രതികരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് SIO ഡൽഹിയിൽ ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കുചേരുന്നത്, ഈ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് നമ്മൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. വർഷങ്ങളായി ഇന്ത്യ പലസ്തീൻ ബന്ധം എന്നുള്ളത് നമുക്കറിയാം, വളരെ സജീവമായി നിലകൊണ്ടിരിക്കുന്ന ഒരു ബന്ധമാണ്. ആ ബന്ധം ഏതൊരു കാരണവശാൽ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ഒരർത്ഥത്തിൽ ഇസ്രായേലിന് അനുകൂലമായ താല്പര്യം പ്രകടിപ്പിക്കും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഗവൺമെൻറ്റിനോട് നമുക്ക് പറയാനുള്ളത്, ഈ ഒരു ജനോസൈഡിൻ്റെ ഘട്ടത്തിൽ, വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ് കൃത്യമായ നിലപാടെടുക്കുകയും ഫലസ്തീനോടൊപ്പം നിലനിൽക്കുകയും ഇസ്രായേലിനെ തള്ളിപ്പറയുകയും ചെയ്യുക എന്നതുകൂടി ഈ പ്രൊട്ടസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, പ്രതിഷേധ സംഘം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ് കൃത്യമായ നിലപാടെടുക്കുകയും ഫലസ്തീനു വേണ്ടി ഏതൊരു നിലപാടുകളാണോ മുൻകാലങ്ങളിൽ സ്വീകരിച്ചു പോകുന്നത് അതേ നിലപാടുകൾ, ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനോടുള്ള എല്ലാ സഹകരണങ്ങളും എല്ലാ നയതന്ത്ര ബന്ധങ്ങളും നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു നിലപാട്, ശക്തമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കണം എന്നുകൂടി ഈ പ്രൊട്ടസ്റ്റിലൂടെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ജനതയോടും ഇന്ത്യയിലെ പൊതുജനങ്ങളോടും നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, ഇസ്രായേലിന് എതിരെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നരഹത്യക്കെതിരെ, നരമേധത്തിനെതിരെ തെരുവുകൾ ഇറങ്ങി തെരുവുകൾ സജീവമാക്കണം. ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ, ഇന്ത്യയുടെ എല്ലാ കോണുകളിലും ഫലസ്തീനിന് വേണ്ടി, ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി, ഗസയിലെ ജനതയ്ക്ക് വേണ്ടി, ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരനുഭവിക്കുന്ന ക്രൂരതയ്ക്കും പട്ടിണിക്കുമെതിരെ, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കുമെതിരെ വലിയ വലിയ സംഖ്യയിൽ, വലിയ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്ത്യയിൽ ആകമാനം നടക്കണമെന്ന് ഇന്ത്യയിലെ പൊതുജനങ്ങളോടും SIO ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, പലസ്തീനുമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും കൂടുതൽ ശക്തമാക്കിയും അതോടൊപ്പം തന്നെ ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരു മറുപടി, വളരെ ശക്തമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിക്കണമെന്നാണ് SIO ഈ വിഷയത്തിൽ ആഗ്രഹിക്കുന്നത്, ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്. ഫലസ്തീനെതിരെ ആക്രമണം നടത്തുമ്പോൾ ഇറാനെതിരെയും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും ഇറാനെതിരെയുള്ള അക്രമത്തെയും SIO അപലപിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് SIOവിൻ്റെ പ്രതിനിധികൾ ഇറാൻ കോൺസുലേറ്റിലെത്തി ഇറാൻ ഐക്യദാർഢ്യം അറിയിക്കുകയുണ്ടായി, ഇറാനോടുള്ള എല്ലാ സോളിഡാരിറ്റിയും പ്രഖ്യാപിക്കുകയുണ്ടായി. ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം എന്ന് തന്നെ പറയണം, ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം ഇറാനിൽ നടത്തുന്ന നരമേധങ്ങൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന നരമേധങ്ങൾ, അതിന് മൗനമായും പരസ്യമായും രഹസ്യമായും പിന്തുണ കൊടുക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ, ഇവരോടെല്ലാം SIOവിന് പറയാനുള്ളത് ഇറാനുമേലുള്ള അധിനിവേശം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇറാനിൽ നടക്കുന്ന റീസെന്റ് ഡെവലപ്മെന്റ്സ്, സംഭവവികാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അതെല്ലാം അവസാനിപ്പിക്കുകയും പശ്ചിമേഷ്യയിൽ, മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുലരണമെങ്കിൽ ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം അത് അവസാനിക്കുകയും ഇസ്രായേൽ ഒക്യുപ്പേഷൻ അവസാനിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.